കിരൺ, ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ശബരിമല ഒരു മുഖ്യ വിഷയമാവാൻ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഇപ്പോൾ ശബരിമല സ്വർണ്ണമോഷണ വിവാദ കാലത്തൊക്കെ അത് UDF-ലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പറയുമ്പോഴും ശബരിമല ചർച്ച ചെയ്യപ്പെടുന്നത് സർക്കാരിന് ഒത്തിരി കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. അത് പാടുണ്ടാക്കുന്ന കാര്യമാണ്. തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ ആ വിവാദം ഒഴിവാക്കാൻ ഞങ്ങൾ കക്ഷിയല്ല എന്ന് പറയാനായിരിക്കാം നിയമമന്ത്രി ശ്രമിക്കുക. പക്ഷേ UDF-ന്റെ ഒരു രാഷ്ട്രീയ നീക്കമൊക്കെ എങ്ങനെയായിരിക്കും? ഇത് അവർക്ക് തുടർവേദികളിലൊക്കെ ശബരിമലയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കണം എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് നിൽക്കാനാണോ സാധ്യത? സർക്കാർ ഇനി നിലപാട് മാറ്റിയാലും അത് പ്രതിപക്ഷം ഏത് രീതിയിൽ അതിനെ ഏറ്റെടുക്കും? ശൈത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഇനി എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും കേരള സർക്കാരിന് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എന്തായിരുന്നു സ്റ്റാൻഡ്, ഇടതുമുന്നണിക്ക് എന്തായിരുന്നു സ്റ്റാൻഡ്, അത് കേരളത്തിന് ബോധ്യമുള്ളതാണ്. ഒട്ടേറെ തവണ അത് കേരളത്തിൽ ആവർത്തിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടി നേതാക്കളും എല്ലാം മുകൾ തട്ട് മുതൽ താഴെ തട്ട് വരെയുള്ള നേതാക്കളെല്ലാം ആവർത്തിച്ചു പറയുകയും അത് തെരുവുകളിലടക്കം വിവിധ പരിപാടികളായി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ്. കിരൺ, ദയവായി തുടരുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സർക്കാർ കോടതിയിൽ നിലപാട് മാറ്റുമോ? യുവതീ പ്രവേശനത്തെ എതിർക്കുമോ? താങ്കൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എതിർക്കും അത് കൈവരിക്കുകയും ചെയ്യണത്. ഈ ഗവൺമെന്റ് അത് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്. 2007 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതിനുശേഷം 2021 ഗവൺമെന്റിന്റെ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ അഫിഡവിറ്റ് പ്രവേശനം 2016 ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യുവതി പ്രവേശനം അനുവദിക്കരുത് നിലപാട് സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. നിലപാട് ഞങ്ങളുടെ നിലപാട് 2007 എടുത്ത നിലപാട് തന്നെയാണ് എന്ന് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സുപ്രീം കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ യുവതീ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2 പ്രാവശ്യമായി ആവർത്തിച്ച് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം ഗവൺമെന്റിന്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് അറിയണം എന്ന് സുപ്രീം കോടതി നിർബന്ധം വെച്ചത്. ഗവൺമെന്റ് ഒപ്പീനിയൻ അറിയുകയാണെങ്കിൽ നിശ്ചയമായും അനുവദിക്കാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു അഫിഡവിറ്റാണ് കൊടുക്കേണ്ടത്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഇന്നിപ്പോ ശ്രീ എം വി ഗോവിന്ദൻ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ നിലപാട് ഗവൺമെന്റ് നിലപാട് തന്നെ ആകണമെന്നില്ല എന്നാണ്. അതിന്റെ അർത്ഥം കണ്ടെടുത്ത തീരുമാനത്തിൽ പാർട്ടി വീണ്ടും ഉറച്ചു നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. ഗവൺമെന്റ് തീരുമാനം പറയേണ്ടത്. ഗവൺമെന്റ് ഈ ഭക്തരായിട്ടുള്ള ആളുകൾ അവരുടെ പൊതുവികാരത്തെ അംഗീകരിക്കുന്നു.